നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാനും മറക്കരുത്. 2024 കറണ്ട് അഫെയർ സീരീസിൻ്റെ ക്ലാസ്സുകളാണ് എടുക്കുന്നത്. മുൻപത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സന്ദർശിച്ച് ആ ക്ലാസ്സുകൾ കൂടി കാണുക. നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. സെബി ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ്? സെബി ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ്? സേവ എന്നാണ്. സേവ. സെബീസ് വിർച്വൽ അസിസ്റ്റൻറ്റ്. സെബീസ് വിർച്വൽ അസിസ്റ്റൻറ്റ് അഥവാ സേവ എന്നാണ് സെബി ഉപയോക്താക്കൾക്കായിട്ട് അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ടിൻ്റെ പേര്. സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി അംഗീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി അംഗീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണേത്? മഹാരാഷ്ട്ര. രാജ്യത്തെ ഏറ്റവും കൂടുതൽ വലിയ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്ര. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഏതാണ് ആ ഏറ്റവും വലിയ തുറമുഖ പദ്ധതി? വാദ്വാൻ തുറമുഖമാണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമായി മാറാൻ പോകുന്ന ഏതാണ്? വാദ്വാൻ തുറമുഖം. ഏത് സംസ്ഥാനം? മഹാരാഷ്ട്രയാണ്. അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞേ? സെബി ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ടിൻ്റെ പേര് സേവ അഥവാ സെബീസ് വിർച്വൽ അസിസ്റ്റൻറ്റ്. സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതി അംഗീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയായിട്ടുള്ള വാദ്വാൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അടുത്ത പോയിന്റിലേക്ക് പോകാം. രാജ്യത്തെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഏതാണ്? ഷീ ബോക്സ് പോർട്ടലാണ് കേട്ടോ. ഷീ ബോക്സ് പോർട്ടൽ. രാജ്യത്തെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ് ഷീ ബോക്സ് പോർട്ടൽ എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് സ്ത്രീകളുടെ തൊഴിലിടത്തെ എന്ത് പ്രശ്നവും തൊഴിൽ വകുപ്പിനെ അറിയിക്കുന്നതിനുള്ള കോൾ സെൻറ്റർ സംവിധാനമാണ് സഹജ. സംസ്ഥാനത്ത് സ്ത്രീകളുടെ തൊഴിലിടത്തെ ഏത് പ്രശ്നവും തൊഴിൽ വകുപ്പിനെ അറിയിക്കുന്നതിനുള്ള കോൾ സെൻറ്റർ സംവിധാനമാണേത്? സഹജ. അപ്പോൾ എന്താ കാര്യങ്ങളാണ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്? രാജ്യത്തെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ് ഷീ ബോക്സ് പോർട്ടൽ. സംസ്ഥാനത്ത് സ്ത്രീകളുടെ തൊഴിലിടത്തെ ഏത് പ്രശ്നവും തൊഴിൽ വകുപ്പിനെ അറിയിക്കുന്നതിനുള്ള കോൾ സെൻറ്റർ സംവിധാനമാണ് സഹജ. നെക്സ്റ്റ് പോയിന്റ്. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന നോവൽ അർഹമായി. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം. 2021 അവസാനം കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം കൊടുത്തത്. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിദാസ് സാവിത്രി എന്ന എഴുത്തുകാരിയുടെ ഏത്? സിൻ എന്ന നോവൽ അർഹമായി. സിൻ എന്ന നോവൽ. അപ്പോൾ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ച നോവൽ ഏതാണ്? അത് സിൻ എന്ന നോവലാണ്. ലഭിച്ചത് ആർക്കാണെന്ന് വെച്ചാൽ ആർക്കാണ്? ഹരിദാസ് സാവിത്രി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്? കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശാണ് കേട്ടോ. മധ്യപ്രദേശ്. മലയാളിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? മധ്യപ്രദേശിൽ നിന്നാണ്. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ 2024 നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ ആരാണ് ജേതാവായത്? കാരിച്ചാൽ ചുണ്ടനാണ് വിജയിച്ചത്. കാരിച്ചാൽ ചുണ്ടൻ. അപ്പം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 2024 ജേതാവ് ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടൻ. അപ്പോൾ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന നോവൽ അർഹമായി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി അല്ലെങ്കിൽ 2024 നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ വിജയിച്ചത് ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടൻ. പോയിന്റുകൾ ക്ലിയർ ആയല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോകാം. 2024 വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചെരുവിലിനാണ്. അശോകൻ ചെരുവിൽ. 2024 വയലാർ സാഹിത്യ അവാർഡ് ജേതാവാണ് അശോകൻ ചെരുവിൽ. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ്? കാട്ടൂർ കടവ്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. 2024 വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതിയാണ് കാട്ടൂർ കടവ്. ലഭിച്ച വ്യക്തി ആരാണ്? അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിൽ. 2024 വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്
ആരാണ്? അശോകൻ ചെരുവിലാണ്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരത്തിന് അർഹമായത്. മലയാള ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. മലയാള ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കും സസ്യങ്ങൾക്കുമുള്ള ചുവന്ന പട്ടികയിൽ ഉൾപ്പെടുത്തി. നമ്മൾ റെഡ് ഡേറ്റ ബുക്ക് ഉണ്ടല്ലോ, റെഡ് ഡേറ്റ ബുക്കാണ് ചുവന്ന പട്ടിക എന്ന് പറയുന്നത്. ആ റെഡ് ഡേറ്റ ബുക്കിലെ ചുവന്ന പട്ടികയിലാണ് എന്ത് ചെയ്യുന്നത്? നീലക്കുറിഞ്ഞിയെ ഉൾപ്പെടുത്തിയത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങൾക്കും ജീവികൾക്കുമുള്ള ചുവന്ന പട്ടികയിൽ ഉൾപ്പെടുത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വകുപ്പ് തയ്യാറാക്കിയ ഇ-കൊമേഴ്സ് പോർട്ടലാണ് കെ-ഷോപ്പി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വകുപ്പ് തയ്യാറാക്കിയ ഇ-കൊമേഴ്സ് പോർട്ടലാണ് ഇത്? കെ-ഷോപ്പി. കേരള ഷോപ്പി എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ 2024 വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. മലയാള ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങൾക്കും ജീവികൾക്കുമുള്ള ചുവന്ന പട്ടികയിൽ ഉൾപ്പെടുത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വകുപ്പ് തയ്യാറാക്കിയ ഇ-കൊമേഴ്സ് പോർട്ടലാണ് കെ-ഷോപ്പി. 2024 പാരാലിമ്പിക്സ് ഒളിമ്പിക്സ് വേദി എവിടെയായിരുന്നു? 2024 പാരാലിമ്പിക്സ് ഒളിമ്പിക്സിൻ്റെ വേദി പാരീസ് ആയിരുന്നു കേട്ടോ. പാരീസ്. 2024 ഒളിമ്പിക്സ് വേദിയും 2024 പാരാലിമ്പിക്സ് ഒളിമ്പിക്സ് വേദിയും പാരീസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഫ്രാൻസിലെ പാരീസ് ആയിരുന്നു വേദി. പോയിന്റുകൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. താങ്ക്